ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് മപ്പാസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വേഗം നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇത് കുക്കറിലാണ് ആദ്യം തന്നെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വലുപ്പമുള്ളതോ ചെറിയ പീസോ എങ്ങനെയാണെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ 2 ചെറിയ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 മതി. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ട് 4 5 എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പിൽ 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഒരു 5-6 കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. എനിക്ക് ഏകദേശം ഒരു 6 വിസിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബീഫിൻ്റെ വേവിനനുസരിച്ച് നിങ്ങളൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വിസിലിട്ടെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി ഇത് വേവിച്ചതിന് ശേഷം നമുക്കിതിനുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ പത്തിരിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ, രക്ഷയില്ലാത്ത ടേസ്റ്റ്. എന്തായാലും ബീഫ് കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ സവാളയിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കും. ഒരുപാട് വലിപ്പമുള്ള തക്കാളിയില്ല, മീഡിയം തക്കാളി, നല്ല പഴുത്ത തക്കാളി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 2 തക്കാളിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ നിങ്ങളൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ അത് വെന്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് വലിയ ജീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക. അതിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തോടെ ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ അത്ര വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഏകദേശം ഒരു 1.25 അല്ല 1.5 കപ്പിൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചേർക്കുമ്പോൾ മനസ്സിലാവും ഒരുപാട് വെള്ളം പോലെയല്ല, എന്നാൽ പക്ഷേ നമ്മുടെ ഈ ബീഫിന് മുകളിൽ ഇങ്ങനെ നിൽക്കുകയും വേണം. ആ രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം അത്യാവശ്യം വലുപ്പമുള്ള ഒരു തേങ്ങ മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട് പാലാക്കാനായിട്ട്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ പാലിൽ കിടന്നിട്ട് ഈ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് എന്താ പറയുക, ഓൾറെഡി വെന്തതാണ്, പക്ഷെ നല്ലൊരു ടേസ്റ്റൊക്കെ ഇറങ്ങും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പകുതി നാരങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ നാരങ്ങ ജ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് വലിയ പീസാണ്, വേണേൽ ഒന്ന് ഉടച്ചെടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ കുറച്ചും കൂടെ കറി ഒന്ന് തിക്കാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത്, തിക്കാവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1ാം പാൽ ഞാൻ ഏകദേശം 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒഴിക്കുമ്പോൾ ആദ്യം തന്നെ മുഴുവൻ ഒഴിക്കേണ്ട, പകുതി ഒഴിച്ചിട്ട് നോക്കുക. ഒരുപാട് ലൂസാണെങ്കിൽ പിന്നെ ബാക്കി ഒഴിക്കേണ്ട. അപ്പോൾ എനിക്ക് എന്തായാലും 1 കപ്പ് തന്നെ വേണ്ടി വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ വേവിച്ചെടുക്കില്ല, അത് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള താളിക്കുന്ന സംഭവം റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ താളിക്കാനായിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് 1 2 ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഫ്രൈ ആവുന്ന സമയത്ത്, കരിഞ്ഞു പോരുത്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾ അഥവാ ബീഫ് കഴിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ചിക്കൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനിത് കറിയിൽ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ സെർവ് ചെയ്യാൻ നല്ലൊരു സ്മെല്ലായിരിക്കും ഈ സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടം ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.